മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് മലയാളം പരീക്ഷകളിൽ നമ്മൾ നിരന്തരം കാണുന്ന ഒരു ചോദ്യമല്ലടാ കഥാപാത്ര സവിശേഷതകള് അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങള്. എന്താണ് കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത്രയും പാഠഭാഗങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെ ക്യാരക്ടറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് കഥാപാത്രത്തിന്റെ പേര്, രൂപം, സ്വഭാവം, വേഷം, അവയ്ക്ക് കഥയിലുള്ള പ്രാധാന്യം അല്ലെ, പ്രത്യേകമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറ്, കുറിപ്പ് എഴുതാറുള്ളത് അല്ലെ. അപ്പൊ ഒരുപാട് പ്രധാനപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങളെയാണ് ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. റാഹേൽ ഏത് കഥയിലാണ്, ഏത് പാഠഭാഗത്തിലാണ് റാഹേലിനെ നമ്മൾ കണ്ടിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്യൂ, എല്ലാവരും കമന്റ് ചെയ്യണേ. ഏത് പാഠത്തിലാണ്? നിങ്ങൾക്കൊക്കെ ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെ, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഏത് പാഠഭാഗമാണ്? നമ്മളുടെ ആ വാഴവെട്ട് എന്ന് പറയുന്ന കഥയിലെ അല്ലെ കഥാപാത്രമാണ് റാഹേല്. കർഷകനായ പിതാവ് അല്ലെ മാർക്കോസിനെ പോലെ എന്താണ്, മണ്ണിനെയും കൃഷിയെയും ഒക്കെ സ്നേഹിക്കുന്ന കഥാപാത്രമാണ്. അനീതിക്കെതിരെ അല്ലെ, വാഴവെട്ടാൻ ആളുകളൊക്കെ വന്ന സമയത്ത് ആ അനീതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് അല്ലെ. അധ്വാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്, റാഹേല്. പിതാവിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലെ അതൊക്കെ കണ്ടറിഞ്ഞ് കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെ, പരാതികളൊന്നുമില്ലാതെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ആര്, റാഹേല്. അടുത്തത് ഇതേ പാഠത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്, മാർക്കോസ് എന്ന് പറയുന്ന കഥാപാത്രം. നല്ല ഒരു കർഷകനാണ് അല്ലെ. അദ്ദേഹം നല്ലൊരു കർഷകനാണെന്നുള്ളത് പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്ത കർഷകനാണ്, മികച്ച ഒരു കുടുംബനാഥനാണ്. കൃഷിയെക്കുറിച്ച് പാരമ്പര്യമായി ലഭിച്ച അറിവുകൾ അല്ലെ, അദ്ദേഹം ഇങ്ങനെ എന്താണ്, ഓരോ അനുഭവത്തിലൂടെയുമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മണ്ണിനെ കുറിച്ച് അല്ലെ, മണ്ണിന് ഏത് സമയത്ത് കൃഷി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അനുഭവ ജ്ഞാനമുള്ള ഒരു കർഷകനാണ് അല്ലെ. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്, പ്രതികൂല സാഹചര്യത്തിലും കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്, സസ്യങ്ങളെ മക്കളായി കാണുന്ന വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് ആര്, നമ്മുടെ മാർക്കോസ്. ഇനി വനഗായകൻ അല്ലെ. വനഗായകൻ ഏത് പാഠത്തിലായിരുന്നു നമ്മൾ പഠിച്ചത്? തേൻകനി എന്ന് പറയുന്ന നാടകത്തിലാണ് അല്ലെ. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള നാടകമാണ്, വയലാ വാസുദേവ പിള്ളയുടെ മനോഹരമായ നാടകമാണ് അല്ലെ. ഉമ്മാക്കിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ വനഗായകൻ അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു സന്യാസി വൃദ്ധനാണ് അല്ലെ. സ്വാത്വിക പിതൃബിംബമുള്ള ഗുണപാഠ കഥകളിലൂടെയും കളികളിലൂടെയും ഒക്കെ കുട്ടികളിലെ ശാസ്ത്രയത്വത്തെ ഉണർത്തുന്ന അല്ലെ, ഒരു മുത്തച്ഛന്റെയും മുതിർന്ന ഒരു ആളിന്റെയും ഒക്കെ ഒരു എന്താണ്, ഒരു ഛായ ഈ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. കാട് തന്നെയാണ്, അല്ലെങ്കിൽ കാടിന്റെ പ്രതിനിധിയാണ് ആര്, ഈ സന്യാസി എന്ന് പറയാം. അതുപോലെ എന്താണ്, വൃദ്ധനുമായിട്ട് കൂട്ടുകൂടുന്നതും അല്ലെ, കുട്ടികൾ കൂട്ടുകൂടുന്നതും അവരുടെ ആവശ്യം നേടിയെടുക്കാനായി അദ്ദേഹത്തെ സമീപിക്കുന്നതൊക്കെ വളരെ ബോധപൂർവം കഥയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടികളിലുള്ള സ്വാശ്രയശീലം, അവര് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, അധ്വാനത്തിന്റെ ഫലം അറിയണം അല്ലെ. എല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ മൂല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, കുട്ടികൾ അധ്വാനിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ നേടേണ്ടത്. അങ്ങനെ അധ്വാനത്തിന്റെ മഹത്വം കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ, പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി മാവിൽ കയറി മാമ്പഴം കുലുക്കി കൊടുക്കുന്നതും കൊഴിഞ്ഞു വീണ മാമ്പഴം കല്ലാകുന്നതും എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇതിലൂടെ അധ്വാനത്തിന്റെ മഹത്വം കുട്ടികളിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മധുരമുള്ള മാമ്പഴം ലഭിക്കുന്നത് വഴി കുട്ടികളെ സന്തോഷത്തിലാവുന്ന കാണുന്നു അല്ലെ. അതുപോലെ അധ്വാനിച്ചുണ്ണുന്നതിന്റെ മഹത്വം കുട്ടികള് ഇത്തരത്തിലൂടെയാണ് തിരിച്ചറിയുന്നത് അല്ലെ. അല്ലാതെ കുട്ടികളെ നമ്മൾ എപ്പോഴും എല്ലാ കാര്യം ചെയ്തു കൊടുത്ത് നമ്മൾ മോശക്കാരാക്കും. നിങ്ങളൊക്കെ വീടുകളിൽ അങ്ങനെയാണോ അല്ലെ? നമ്മൾ വിട്ട ഡ്രസ്സാണെങ്കിലും, നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും, കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രമാണെങ്കിലും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ആളുണ്ടാവുമ്പോൾ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അധ്വാനത്തിന്റെ ശീലം മനസ്സിലാക്കില്ല, അമ്മമാരും അച്ഛനും ചെയ്തു തരുന്ന കാര്യത്തിന്റെ വാല്യൂ മനസ്സിലാവില്ല, നമ്മൾ സ്വന്തമായി ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയാതെ പോകും. അപ്പൊ ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കഥാപാത്രം ഇവിടെ കാണിക്കുന്നത്. ഇനി ഭദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. രണ്ട് തരത്തിൽ അല്ലെ ഭദ്രനെ നമുക്ക് കാണാൻ പറ്റും. അതായത് ആദ്യത്തെ ഭാഗത്ത് മഹാപേടിത്തൊണ്ടനായിട്ടുള്ള അല്ലെ, എല്ലാത്തിനെയും ഭയത്തോടെ കാണുന്ന, ഒന്നിനും ധൈര്യമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത ഒരു ഭദ്രനെയാണ് കാണുന്നെങ്കിൽ, പിന്നെ കഥയുടെ നാടകത്തിന്റെ അവസാനമാകുമ്പോൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള അല്ലെ, സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന, സ്വാശ്രയശീലം വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ആര് മാറുന്നുണ്ട്, ഭദ്രൻ മാറുകയാണ് അല്ലെ. അപ്പൊ ഉമ്മാക്കി എന്ന് കേൾക്കുമ്പോ തന്നെ ഭയന്ന് വിറയ്ക്കുന്ന പേടിത്തൊണ്ടനായ മടിയനായ കഥാപാത്രമാണ് ഭദ്രൻ അല്ലെ. അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ മാമ്പഴം തിന്നാൻ ശ്രമിച്ചവന് ലഭിക്കുന്നത് കല്ലാണ് അല്ലെ. അങ്ങനെ കാടുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ അവന്റെ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി കൊടുത്ത പേടിയാണ് അല്ലെ. അപ്പൊ അതിൽ അവന് ഭയം ഉണ്ടാവാണ്. കൂട്ടുകാരോടൊപ്പം ചേരുന്ന ഭദ്രൻ അവരെ വളരെയധികം സ്നേഹിക്കുന്നു അല്ലെ. ബാല്യകാലത്ത് അമ്മ പറഞ്ഞു നൽകിയ കാടിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഭദ്രനെ എന്ത് ചെയ്യുന്നത്, പേടിത്തൊണ്ടനാക്കുന്നത് അല്ലെ. അങ്ങനെ അവനത് കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നു അല്ലെ. പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഭദ്രനെ എന്ത് ചെയ്യുന്നത്, നാടകകൃത്ത്
നമ്മുടെ നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. മണ്ണുമായി ബന്ധമില്ലാതെ വളർന്നു വന്നവൻ കൂട്ടുകാരോടൊപ്പം ചേരാനും കാട്ടിലേക്ക് പോകാനും മരത്തിൽ കയറാനും മറച്ചു നിൽക്കുന്നു അല്ലെ. പേടിയാണ്, എല്ലാത്തിനും പേടിയാണ്. അങ്ങനെ പിന്നെ ആ സന്യാസിയുടെ ഒരു ഉന്തലും കൂടെ വരുമ്പോ സമയത്ത് എന്ത് ചെയ്യാണ്, ആ പേടിയിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ടില്ല. എന്തും ചെയ്യാൻ വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി നിൽക്കാൻ, പേടിയെ മറികടക്കാൻ, അധ്വാനശീലം അല്ലെ, പഠിക്കാനൊക്കെ ആര് തയ്യാറാവുന്നു, ഭദ്രൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ ടീച്ചർക്ക് പറഞ്ഞു തരാനുള്ളത്. ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യടാ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ ബാക്കി പാഠഭാഗങ്ങളും ബാക്കി ചോദ്യങ്ങളും ഒക്കെ നമുക്ക് വരുന്ന ലൈവുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ മക്കളെല്ലാവരും അല്ലെ നന്നായിട്ട് പഠിക്കുക. മലയാളത്തിന് നമുക്ക് എന്ത് ചെയ്യണം ഈ പ്രാവശ്യം? A+ തന്നെ അല്ലെ, A+ അല്ലെ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിയെടുക്കണം.